ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അത്യാവശ്യം നല്ല തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കേൾക്കാം വീഡിയോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 29,000 നമുക്ക് ഒരു പ്രോജക്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം, അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ സൈറ്റിൻ്റെ പേര് വോയിസസ് എന്നാണ്. വളരെ ഫേമസും ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അത്യാവശ്യം നല്ല വലിയ വലിയ കമ്പനിയായിട്ട് ടൈപ്പ് ഉള്ള ഒരു സൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ഇഷ്ടംപോലെ പ്രോജക്റ്റൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാഷ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് കൊടുത്താണ്. നമ്മുടെ സൗണ്ട് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത ശേഷം സൈനപ്പ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി നമുക്ക് സൈനപ്പ് ചെയ്യാം. അതുപോലെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വീഡിയോ നരേഷൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ആനിമേഷൻ സൗണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സൗണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് വർക്ക് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഫൈൻഡ് വർക്ക് എന്നുള്ള ആ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവിടെ അവർ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നായിരിക്കും. അപ്പം നമുക്ക് ആദ്യം ഒരു ഡെമോ അയക്കണം. ഡെമോ അയച്ച് നമ്മുടെ സൗണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോജക്റ്റൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് സൈനപ്പ് ഫ്രീ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും ഫ്രീ ആയിട്ട്. സൈനപ്പ് ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫുൾ നെയിം അടിച്ചു കൊടുത്ത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിമും അതുപോലെ ജിമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ അക്കൗണ്ട് വഴി തന്നെ സൈനപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്ത ശേഷം നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഫൈൻഡ് വർക്ക് ആസ് എ ടാലൻ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്ത ശേഷം ഇവിടെ നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സ് അവർ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ അഡ്രസ്സും സിപ്പ് കോഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മളിവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളിവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അവർ ജസ്റ്റ് കാണിക്കുന്നതായിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊഫൈൽ നമുക്ക് അവിടെ നമ്മുടെ ഏതൊക്കെ ലാംഗ്വേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജിലുള്ള ഓഡിയോസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ കൊടുക്കാം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. കാരണം അവർ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റുള്ള പേജ് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സൗണ്ട് മോഡുലേഷൻ നമുക്ക് ഏത് ഏജാണ്, നിങ്ങളുടെ ഏജ് ഏതാണോ അതിൻ്റെ നോക്കി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതൊക്കെ ലാംഗ്വേജ് നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് കൊടുക്കുക. ഇംഗ്ലീഷ്, മലയാളം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ തമിഴൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. നേറ്റീവ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് മലയാളം, ഞാനിപ്പോൾ മലയാളം കൊടുത്ത് അതിനുശേഷം അവർ നമ്മുടെ ആസെൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഇന്ത്യ ജനറൽ എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള സൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും ടിക്കറ്റ് കൊടുക്കുക. അതായത് ആനിമേഷൻ സൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ എല്ലാത്തിനും നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനിയിപ്പം എന്താ പറഞ്ഞാൽ നമുക്കിവിടെ ഡെമോ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡെമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഡിയോ സൗണ്ട് നിങ്ങൾക്ക് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഇതെടുത്തിട്ട് നിങ്ങൾ കുറച്ച് ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് വായിച്ചു നോക്കാൻ നേരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നോയ്സ് ഒന്നും ഉണ്ടാകില്ല. വളരെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക നോർമലായിട്ട് തന്നെ നിങ്ങൾ സംസാരിച്ച് അത്യാവശ്യം ക്ലാരിറ്റിയിൽ നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നല്ല പ്രോജക്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളതെല്ലാം ചെയ്യുക. അതെല്ലാം ചെയ്ത ശേഷം നമുക്ക് ഇവിടെ താഴെ അവർ നമ്മുടെ ഏജ് ഗ്രൂപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുമ്പം അത് നിങ്ങൾ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ നെയിമും ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ് കണ്ട പോലെ നമുക്ക് വർക്ക് വരുന്നത് നമ്മുടെ മെയിലിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മെയിലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മെയിലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാത്ത അവിടെ തന്നെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുത്തെ അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പ്രോജക്റ്റിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ആ വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ആ സാമ്പിൾ ഓരോ പ്രോജക്റ്റിനും നമ്മൾ സാമ്പിളായിട്ട്
സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കണം. അതായത് നമ്മൾ ഓഡിയോ അതായത് അവർ സാമ്പിൾ സ്ക്രിപ്റ്റ് തരുന്നതായിരിക്കും. അത് നമ്മൾ ഓഡിയോയിലൊക്കെ ആക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അവർക്ക് അയച്ചു കൊടുത്ത ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വർക്ക് തരുള്ളൂ. ആ വർക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ ഇവർ സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് സ്ക്രിപ്റ്റാണ് നമുക്ക് ഓഡിയോ ആക്കേണ്ടതെന്നുള്ള സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി റിപ്ലൈ ടു ജോബ് എന്ന് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ സെലക്ട് എ ടെംപ്ലേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് വോയിസ് ഓവർ ഒറ്റ ഓപ്ഷനുള്ളൂ. അതിനകത്ത് വോയിസ് ഓവർ കൊടുക്കുക. ആ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഫില്ലായി വരുന്നതായിരിക്കും. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര്, അതായത് ബ്രാക്കറ്റിലുള്ളതൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പേര് എന്താണോ അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നോക്കുക ബ്രാക്കറ്റിൽ എന്താ ഉള്ളതെന്ന്. ആ ബ്രാക്കറ്റുള്ള സ്ഥലമൊക്കെ, അതായത് നിങ്ങൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് 2-3 വർഷമൊക്കെ നിങ്ങൾ കൊടുക്കുക. ഇവിടെ എക്സ് നമ്പർ എന്നുള്ള കാണുന്നില്ലേ, അതാണ് അവിടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം അവർ ചോദിക്കുന്നത് നമ്മൾ എത്രോളം പ്രോജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതായില്ല. അതുകൊണ്ട് എത്ര ഇത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സൗണ്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. പ്രോജക്റ്റിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. നിങ്ങൾ ആനിമേഷന് വേണ്ടി സൗണ്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കൊടുക്കണമെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ പേര് ഏറ്റവും സിൻസിയർലി എന്നുള്ള അവിടെ നമ്മുടെ പേര് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ താഴോട്ട് വരിക. താഴോട്ട് വരാൻ നേരത്ത് വീണ്ടും അവിടെ ഓട്ടോമാറ്റിക് ഫില്ലായിട്ടുണ്ട്. അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുമൊന്നും വേണ്ട. അതായത് റിവിഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും അവർക്ക് വീണ്ടും ചെയ്യണം തോന്നിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്തു തരാം, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാം, അല്ലെങ്കിൽ അതിന് ചെറിയ ചാർജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും താഴോട്ട് പോകാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ഡോളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് റിവിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ $10 ഞാൻ വേണമെങ്കിൽ റിവിഷൻ ചെയ്തു തരാം. പക്ഷേ $10 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോളർ ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അവിടെ ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് എത്ര ഏണിങ്സ് ആണ് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 350 പ്രോജക്റ്റാണ്, $350. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 350 കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ കുറവ് കൊടുക്കാം. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പം 300 കൊടുത്തു. 300 കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് $375 ആയിരിക്കും അവരുടെ നിന്ന് മേടിക്കുന്നത്. അതിൽ $75 വോയിസസിനുള്ള നമുക്ക് തരുന്നത് $300. അവരുടെ ഒരു കമ്മീഷൻ എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പോൺസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് നേരത്തെ വന്ന ആ സ്ക്രിപ്റ്റ് അത് നമ്മൾ ഓഡിയോ ആക്കിയിട്ട് ഇതിനകത്തേക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ഇപ്പോൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത ശേഷം അവരത് റിവ്യൂ ചെയ്ത ശേഷം അവർക്ക് ആ സൗണ്ട്, നിങ്ങളുടെ സൗണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വർക്ക് കിട്ടുന്നതായിരിക്കും. വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് നിങ്ങൾ എത്രയാണ് അടിച്ചു കൊടുത്ത ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ റേറ്റിംഗ് ഒക്കെ കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. 100% ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റാണ്. കാരണം നിങ്ങളുടെ സൗണ്ട് നല്ലതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനാണ്.